നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് പ്രിയാമ്പിൾ, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖമാണ് പ്രിയാമ്പിൾ എന്ന് നമുക്ക് പറയാം. പ്രിയാമ്പിളിൽ ഉൾക്കൊള്ളുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സമ്മറി അല്ലെങ്കിൽ എസൻസ് ആണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാരാംശം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ പ്രിയാമ്പിളിൽ കൂടി ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയാമ്പിൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വയ്ക്കുകയും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകരിക്കുകയും ചെയ്ത ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ് ആണ് പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളായിട്ട് മാറിയത്. അതിനാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്നത്. ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നീട് നമുക്ക് പ്രിയാമ്പിളിൽ നിന്നും മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് 26 നവംബർ 1949 ആണ്. 26 നവംബർ 1949. അതായത് പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള ദിവസമാണ് ഈ 26 നവംബർ 1949 എന്നുള്ളത്. ഈ ദിവസമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ജനത തങ്ങൾക്കായിട്ട് തന്നെ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങൾക്കായിട്ട് തന്നെ സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രിയാമ്പിളിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പരിശോധിക്കാം. ഈ പ്രിയാമ്പിളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൻ്റെ ഗ്രാൻഡ് ആൻഡ് നോബിൾ വിഷനാണ്. അതുപോലെ തന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സിൻ്റെ ഡ്രീംസും ആസ്പിറേഷൻസുമാണ്. അവരുടെ ഉത്കടമായ അഭിലാഷം അല്ലെങ്കിൽ അവരുടെ സ്വപ്നം, ഇന്ത്യ എന്തായിരിക്കണം, ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ള അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ പ്രിയാമ്പിളിനെ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അതുപോലെ തന്നെ ജൂവൽ സെറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരിക്കൽ മാത്രമാണ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് 42nd അമെൻമെൻറ്റ് ആക്ട് 1976 1976 42ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിരിക്കുന്നത്. അത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമായിരുന്നു. ഈ അമെൻമെൻറ്റ് നടന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമായിരുന്നു. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഈ 42nd അമെൻമെൻറ്റ് ആക്ടിൽ കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ്, സെക്കുലാർ, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്നീ വാക്കുകൾ ആഡ് ചെയ്യപ്പെട്ടത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണോ അല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉയർന്നിരുന്നു. 1960 ബെറുബാരി യൂണിയൻ കേസിൽ കൂടി സുപ്രീം കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് നോട്ട് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു അവിഭാജ്യ ഭാഗമല്ല എന്ന് 1960 ബെറുബാരി യൂണിയൻ കേസിൽ കൂടി സുപ്രീം കോടതി പറഞ്ഞു. എന്നാൽ ഈ സുപ്രീം കോടതിയുടെ ഇതേ വിധി തന്നെ സുപ്രീം കോടതി 1973 കേശവാനന്ദ ഭാരതി കേസിൽ കൂടി മാറ്റി പറഞ്ഞു. അതായത് 1973 കേശവാനന്ദ ഭാരതി കേസിൽ കൂടി സുപ്രീം കോടതി ഹെൽഡ് ചെയ്തു പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണെന്ന്. 1960 ബെറുബാരി യൂണിയൻ കേസിൽ പറഞ്ഞു സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റഗ്രൽ പാർട്ട് അല്ല പ്രിയാമ്പിൾ എന്ന്. എന്നാൽ 1973 കേശവാനന്ദ ഭാരതി കേസിൽ കൂടി വീണ്ടും സുപ്രീം കോടതി പറഞ്ഞു. അതായത് സുപ്രീം കോടതിയുടെ ഇയർലിയർ റൂളിങ്സിനെ ഇത് ഓവർ റൂൾ ചെയ്യുകയാണ്. 1973 ഓവർ റൂൾ ചെയ്തുകൊണ്ട് വീണ്ടും പറയുന്നു പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണെന്ന്. 1993 SR ബൊമ്മയ്യ കേസുണ്ട്. SR ബൊമ്മയ്യ കേസിൽ കൂടിയും സുപ്രീം കോടതി പറയുന്നുണ്ട് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണെന്ന്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഈ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 കേസുകളാണ്. പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 കേസുകൾ 1960 ബെറുബാരി യൂണിയൻ കേസ്, 1973 കേശവാനന്ദ ഭാരതി കേസ്, അതുപോലെ തന്നെ 1993 SR ബൊമ്മയ്യ കേസ്. ഇനി നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ പറഞ്ഞ കമൻസ് അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളുടെ ഒപ്പീനിയൻസ് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ പ്രിയാമ്പിളിനെ കുറിച്ചുള്ള കമൻസ് പരിശോധിക്കാം.
പ്രിയാമ്പിളിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് കമൻറ്റ് ചെയ്തത് N.A. പൽക്കിവാല ആണ്. ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് N.A. പൽക്കിവാല ആണ്. പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പ്രിയാമ്പിളിനെ പറഞ്ഞത് K.M. മുൻഷിയാണ്. K.M. മുൻഷി. കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബർക്കറാണ്. പിന്നെ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു താക്കൂർദാസ് ഭാർഗവ. സോൾ ആൻഡ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു ജവഹർലാൽ നെഹ്റു. അങ്ങനെ പ്രിയാമ്പിളിനെ കുറിച്ച് 5 കമൻസ് ആണുള്ളത്. ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് N.A. പൽക്കിവാല ആണ്. പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് കമൻറ്റ് ചെയ്തത് K.M. മുൻഷിയാണ്. കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബർക്കർ ആണ്. ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവയാണ്. സോൾ ആൻഡ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കമൻറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഇത്രയുമാണ് പ്രിയാമ്പിളിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് കമൻസ്. അടുത്തതായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ഒപ്പീനിയൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് K.C. വെയർ ആണ്. ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് K.C. വെയർ ആണ്. ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ് ആണ്. ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ് ആണ്. അതുപോലെ തന്നെ കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ എന്ന് അഭിപ്രായപ്പെട്ടത് ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള കാര്യമാണ്. KS എക്സാമിൻ്റെ പ്രിലിമിനറി ക്വസ്റ്റ്യൻസിലൊക്കെ ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒപ്പീനിയൻ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ എന്ന് ഒപ്പീനിയൻ ചെയ്തത് ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു. അപ്പോൾ 4 ഇമ്പോർട്ടൻ്റ് ഒപ്പീനിയൻസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞത് K.C. വെയർ ആണ്. ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ് ആണ്. കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. യൂണിറ്ററി ആസ് വെൽ ആസ് ഫെഡറൽ എന്ന് പറഞ്ഞത് ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ഊന്നി പറയുന്നു ഇന്ത്യൻ ജനതയാണ് കോൺസ്റ്റിറ്റ്യൂഷനെ അവതരിപ്പിച്ചത്, അഡോപ്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ അവരവർക്ക് തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് പീപ്പിൾസ് ദംസെൽസ് ആണ് അല്ലെങ്കിൽ അവർസെൽസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നെയാണ് നമ്മൾ സമർപ്പിച്ചത് അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറയുന്നത്. അതായത് പീപ്പിൾ ഓഫ് ഇന്ത്യ ഹു ഹാഡ് അഡോപ്റ്റഡ്, എനാക്റ്റഡ് ആൻഡ് ഗിവൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ദംസെൽസ് എന്നാണ് പറയുന്നത്, പ്രിയാമ്പിളിൽ പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇന്ത്യയുടെ പരമാധികാരം ജനങ്ങളുടെ കൈവശമാണ് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയാമ്പിളിൽ ഇന്ത്യൻ ജനത അച്ചീവ് ചെയ്യേണ്ട ഐഡിയൽസിനെ കുറിച്ചും ആസ്പിറേഷൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ ഐഡിയൽസ് വേറെയാണ്, ആസ്പിറേഷൻസ് വേറെയാണ്. ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ഐഡിയൽസ് എന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ തന്നെ അച്ചീവ് ചെയ്ത കാര്യമാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട് ഇന്ത്യ സോവറിൻ ആണ്, ഇന്ത്യ സോഷ്യലിസ്റ്റ് ആണ്, ഇന്ത്യ സെക്കുലർ ആണ്, ഇന്ത്യ ഡെമോക്രാറ്റിക് ആണ്, അതുപോലെ തന്നെ ഇന്ത്യ റിപ്പബ്ലിക് ആണ്. അതായത് ഇന്ത്യ സോവറിൻ എന്നാൽ ഇന്ത്യക്ക് പരമാധികാരമുള്ള രാജ്യമാണ്. ഇന്ത്യ സോഷ്യലിസ്റ്റ് എന്നാൽ ഇവിടെ സ്ഥിതി സമത്വവാദിത്വമാണ് ഉള്ളത്. അതുപോലെ തന്നെ സെക്കുലർ ആണെന്നാൽ ഇന്ത്യ മതേതരമാണ്. ഡെമോക്രാറ്റിക് എന്നാൽ ഇന്ത്യയിൽ ജനാധിപത്യ ഭരണമാണുള്ളത്. റിപ്പബ്ലിക് എന്നാൽ ഇന്ത്യയിൽ ജനായത്ത ഭരണമാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ഈ ഐഡിയൽസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തപ്പോൾ തന്നെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ തന്നെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസ്പിറേഷൻസ് എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനത അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഇന്ത്യൻ ജനത നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ് ആസ്പിറേഷൻസ്. ഈ ആസ്പിറേഷൻസിൽ പറയുന്നത് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് നീതി, ലിബർട്ടി സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി സമത്വം, ഫ്രെറ്റേണിറ്റി സാഹോദര്യം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറയുന്ന ആസ്പിറേഷൻസ്. അപ്പോൾ ഈ ആസ്പിറേഷൻസ് ഒന്നും നമ്മൾ ഇതുവരെ പൂർണ്ണമായിട്ടും അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറയുന്ന ഐഡിയൽസ് ആൻഡ് ആസ്പിറേഷൻസ്. അപ്പോൾ ഇതാണ് പർപ്പസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ പർപ്പസ് ഇതാണ്. അതായത് നമ്മൾ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് ലഭിക്കേണ്ട ഐഡിയൽസ് എന്തൊക്കെയാണ്, ഇന്ത്യൻ ജനത അച്ചീവ് ചെയ്യേണ്ട ആസ്പിറേഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഐഡിയൽസും ആസ്പിറേഷൻസും എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നതെന്നൊന്ന് പരിശോധിച്ച് നോക്കാം.
അതിലാദ്യമായിട്ട് നമ്മൾ ഐഡിയൽസിൽ പറഞ്ഞ സോവറിനിറ്റിയാണ്. സോവറിനിറ്റി എന്ന് വെച്ചാൽ അൺഡിസ്പ്യൂട്ടഡ് അതോറിറ്റി ഓവർ ഇറ്റ്സ് സിറ്റിസൺസ് ആൻഡ് ടെറിട്ടറി എന്നാണ്. അതായത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മേലും ഇന്ത്യയുടെ ടെറിട്ടറിയുടെ മേലുള്ള തർക്കരഹിതമായ അതോറിറ്റിയാണ് സോവറിനിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യയുടെ പുറത്തോ അകത്തോ മറ്റൊരു അധികാരിയുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ അധികാരത്തിന് കീഴിലല്ല. നമ്മൾ എക്സ്റ്റേണലി ഫ്രീ ആണ്, ഇൻറ്റേർണലി ഫ്രീ ആണ്. അത് എക്സ്റ്റേണലി ഫ്രീ എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ഒരു ഫോറിൻ പവറിൻ്റെ അധീനതയിലല്ല. ഇൻറ്റേർണലി ഫ്രീ എന്ന് വെച്ചാൽ നമുക്കുള്ളത് നമ്മൾ ജനങ്ങൾ ഡയറക്റ്റ്ലി എലക്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മളെ ഭരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പരമാധികാരം ഇപ്പോഴും ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേർണലി ഫ്രീ ആണ് എന്നുള്ളതാണ് സോവറിനിറ്റി എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കാണ്. സോഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ ജനാധിപത്യപരമായ മാർഗങ്ങളിൽ കൂടി സോഷ്യലിസ്റ്റ് പാറ്റേണുള്ള ഒരു സൊസൈറ്റിയെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി പറയുന്നുണ്ട്. സാമൂഹികപരമായും സാമ്പത്തികപരമായുള്ള സമത്വമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി നേടിയെടുക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് സമൂഹത്തിലെ ഇന്ത്യയിൽ വിവിധ തട്ടിലുള്ള ആളുകൾ, വിവിധ തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. ഈ ജനങ്ങൾക്കിടയിൽ അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് സെക്കുലാർ എന്നുള്ള പദമാണ്. ഇന്ത്യ സെക്കുലാർ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ഇന്ത്യ മതങ്ങളിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യ മതങ്ങൾക്കെതിരെയാണ്, ഇന്ത്യക്ക് മതമില്ല എന്നൊന്നുമല്ല. മറിച്ച് സിംപ്ലി നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം സ്റ്റേറ്റിന് സ്വന്തമായിട്ടൊരു മതമില്ല, അല്ലെങ്കിൽ ഒരു റിലീജിയൻ ഇല്ല എന്നുള്ളതാണ്. പകരം ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പുരാതന തത്വമായ സർവധർമ്മ സമഭാവ എന്നുള്ള ആശയമാണ്. എല്ലാ മതങ്ങളെയും തുല്യമായി കാണുക എന്നുള്ളത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളോടും രാജ്യം ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ല. അതായത് നമ്മൾ ഈ ഇന്ത്യ റിലീജിയനെ കാണുന്നത് ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് അഫെയറായിട്ട് മാത്രമാണ്. അതായത് ഒരു വ്യക്തിക്ക് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. ജനങ്ങളുടെ പ്രൈവറ്റ് അഫെയർ മാത്രമായിട്ടാണ് ഇന്ത്യ റിലീജിയനെ കാണുന്നത് എന്നുള്ളതാണ് സെക്യുലർ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ഡെമോക്രാറ്റിക് എന്നുള്ള പദമാണ്. ഡെമോക്രാറ്റിക് എന്നാൽ ഭരണാധികാരികളെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം പിന്തുടരുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. അവിടെ എംപിമാരെയും MLA-മാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ്. എല്ലാ ലെവൽസിലെയും ഗവൺമെൻറ്റിനെയും ഇന്ത്യൻ ജനത തിരഞ്ഞെടുക്കുകയാണ്. അതായത് ലോവർ ലെവൽ തൊട്ട് അപ്പർ ലെവൽ വരെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ കൂടിയാണ് നമ്മൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് 1 man 1 vote സിസ്റ്റമാണ്. അതായത് എല്ലാ സിറ്റിസൺസിനും, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെ ഇന്ത്യൻ പൗരന്മാർ എൻജോയ് ചെയ്യുന്ന റൈറ്റാണ് വോട്ടിംഗ് റൈറ്റ്. അതുപോലെ തന്നെ ഈ ഡെമോക്രസിയെ ഗ്രാസ് റൂട്ട് ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരുപാട് എഫേർട്സ് നടത്തുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തി രാജ് ആക്ട്സ്, മുനിസിപ്പാലിറ്റീസ് ആക്ട് മുതലായവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. നമ്മുടെ പ്രിയാമ്പിളിൽ പൊളിറ്റിക്കൽ ഡെമോക്രസിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസിയെക്കുറിച്ചും പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വേർഡ് റിപ്പബ്ലിക് എന്നുള്ളതാണ്. റിപ്പബ്ലിക് എന്നാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഒരു ഹെറിഡിറ്ററി റൂളർ അല്ല എന്നുള്ളതാണ്. അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ കിങ്ങോ ക്യൂനോ ഉണ്ടാവും, അവരുടെ സക്സസേഴ്സ് ആയിരിക്കും പിന്തുടർന്ന് രാജ്യം ഭരിച്ചു വരുന്നത്. പക്ഷേ ഇന്ത്യയിൽ എല്ലാ അതോറിറ്റിയെയും നേരിട്ടോ നേരിട്ടല്ലാതെയോ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഹെറിഡിറ്ററി റൂളർ അല്ല, ഒരു എലക്റ്റഡ് വ്യക്തിയാണ്, എലക്റ്റഡ് പേഴ്സൺ ആണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്നാണ് റിപ്പബ്ലിക് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ റിപ്പബ്ലിക് എന്നുള്ള ആശയം കൊണ്ട് തന്നെയാണ് പൊളിറ്റിക്കൽ സോവറിനിറ്റി ഇന്ത്യയിലെ ജനങ്ങളുടെ കൈകളിൽ തന്നെ നിൽക്കുന്നത്. റിപ്പബ്ലിക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കാൻ ഒരു രാജാവോ രാജ്ഞിയോ ഒക്കെ ഉണ്ടാവും, അവരുടെ സക്സസേഴ്സ് പിന്തുടർന്ന് ഭരിക്കുകയും ചെയ്യും. ഈ റിപ്പബ്ലിക് എന്നുള്ള ആശയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ രാജ്യത്തെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുകയാണ്. ഇത് ഹെറിഡിറ്ററി റൂളേഴ്സ് ഉള്ള രാജ്യത്തെ ആശയത്തിന് എതിരായിട്ടാണ്. അല്ലെങ്കിൽ ഹെറിഡിറ്ററി റൂളേഴ്സ് ഉള്ള രാജ്യത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല. റിപ്പബ്ലിക് എന്നുള്ള ആശയമുള്ള രാജ്യത്ത് മാത്രമേ ജനങ്ങൾക്ക് ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ പ്രിയാമ്പിളിലെ ഐഡിയൽസിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വേർഡിങ്സ് അതുപോലെ മറന്നു പോകരുത്. പ്രിയാമ്പിളിലുള്ളത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നാണുള്ളത്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നാണുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിലുള്ള ആസ്പിറേഷൻസ്, നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സിൻ്റെ ആസ്പിറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റിസ് ആണ് ആദ്യത്തേത്. ജസ്റ്റിസ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ ജസ്റ്റിസ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജിൽ കൂടിയാണ് ഈ പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഗ്യാരണ്ടി ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷനും നോക്കാതെ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വോട്ട് രേഖപ്പെടുത്താം. അതാണ് നമ്മുടെ പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂടെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട് അബോളിഷൻ ഓഫ് ടൈറ്റിൽ ഓഫ് ഓണേഴ്സ്. അതായത് നമ്മുടെ രാജ്യത്തെ വ്യക്തികൾ അല്ലെങ്കിൽ സിറ്റിസൺസ് അവരുടെ പേരിന് മുന്നിലോ പിന്നിലോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ടൈറ്റിൽസ് ഉപയോഗിക്കുന്നതിനെ അബോളിഷ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 17 പ്രകാരം അൺടച്ചബിലിറ്റി ഒഫൻസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സോഷ്യൽ ജസ്റ്റിസ് ആയിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂടി ഗ്യാരണ്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കണോമിക് ജസ്റ്റിസ് ഗ്യാരണ്ടി ചെയ്യുന്നത് DPSP പ്രകാരമാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആസ്പിറേഷൻസിൽ അടുത്തതായിട്ട് വരുന്നത് ലിബർട്ടിയാണ്. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇതും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 19 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 19 6 ഡെമോക്രാറ്റിക് ഫ്രീഡം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ നമുക്ക് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ലിബർട്ടി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ആസ്പിറേഷൻസിൽ വരുന്നത് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ രാജ്യത്തെ സിറ്റിസൺസ് എല്ലാവരും സ്വതന്ത്രരാണ്. പക്ഷേ ആ ലിബർട്ടിയുടെ ഫ്രൂട്ട്സ് നമുക്ക് ഫുള്ളായിട്ടും റിയലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈക്വൽ സ്റ്റാറ്റസും ഓപ്പർച്യൂണിറ്റിയും ഉണ്ടായിരിക്കണം. ഈ ഈക്വൽ സ്റ്റാറ്റസും ഓപ്പർച്യൂണിറ്റിയും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ, അതായത് റിലീജിയൻ്റെ അടിസ്ഥാനത്തിലോ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ സെക്സിൻ്റെ അടിസ്ഥാനത്തിലോ പ്ലേസ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ നമ്മൾ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 15 പ്രകാരം ഈ ഡിസ്ക്രിമിനേഷൻസൊക്കെ ഇല്ലീഗലാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 17 പ്രകാരം അൺടച്ചബിലിറ്റി ഒഫൻസാക്കി മാറ്റിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 18 പ്രകാരം ടൈറ്റിൽ ഓഫ് ഓണേഴ്സ് അബോളിഷ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് സ്റ്റാറ്റസും ഓപ്പർച്യൂണിറ്റിയും ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ സമൂഹത്തിലെ നെഗ്ലക്റ്റഡ് സെക്ഷൻസിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സമയാസമയങ്ങളിൽ അവരെ അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാനായിട്ട് പാർലമെൻറ്റ് നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാനുള്ളതാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ കമ്മീഷൻ, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ കമ്മീഷൻ, അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിനുള്ള കമ്മീഷൻസിൻ്റെയൊക്കെ രൂപീകരണം. ആസ്പിറേഷൻസ് എന്നുള്ളതിൽ അടുത്തതായിട്ട് പറയാനുള്ളത് ഫ്രറ്റേണിറ്റിയെ കുറിച്ചാണ്. ഫ്രറ്റേണിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് യൂണിവേഴ്സൽ സെൻസ് ഓഫ് ബ്രദർഹുഡ് ആണ്, അതായത് സാഹോദര്യം. 1976 42nd അമെൻമെൻറ്റ് ആക്റ്റിൽ കൂടി ഇൻ്റഗ്രിറ്റി എന്നുള്ളൊരു വേർഡ് കൂടി ആഡ് ചെയ്തതുകൊണ്ട് ഫ്രറ്റേണിറ്റി എന്നുള്ള ആ പദത്തിന് ഒരു ബ്രോഡർ സെൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിലുള്ള ഐഡിയൽസ് ആൻഡ് ആസ്പിറേഷൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐഡിയൽസിൽ ഉൾക്കൊണ്ടിരുന്നത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നുള്ള പദങ്ങളാണ്. ആസ്പിറേഷൻസിൽ ഉൾക്കൊണ്ടിരുന്നത് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നുള്ള പദങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.